2023 ഡിസംബർ 8 മുതൽ 2024 ഫെബ്രുവരി 2 വരെ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച അസാധാരണ ദണ്ഡവിമോചനം സാധ്യമാക്കുന്ന താമരശ്ശേരി രൂപതയിലെ ഏക ദേവാലയം. 3 വിശുദ്ധരുടെ സ്മരണകൾ ഉണർത്തുന്ന ദേവാലയത്തിൻ്റെ പ്രധാന കവാടം. ഇടവകാംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ഭീമാകാരമായ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്തുപ്രതി തുടങ്ങിയ സവിശേഷതകളാൽ ശ്രദ്ധേയമായിരിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്ര സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം. ഇടവകയുടെ രജത ജൂബിലിയോടനുബന്ധിച്ചാണ് ഇടവകയിലെ 150ഓളം കുടുംബങ്ങൾ ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്തുപ്രതി തയ്യാറാക്കിയത്. 24 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ഘനവുമുള്ള ഈ ബൈബിൾ കൈയെഴുത്ത് പ്രതിക്ക് 35 കിലോ ഭാരമാണുള്ളത്. ബൈബിൾ കൈയെഴുത്തിൻ്റെ വിശേഷങ്ങൾ ഇടവക വികാരി ഫാദർ ജോൺസ് പുൽപ്പറമ്പിൽ പങ്കുവയ്ക്കുന്നു. ദൈവ-മനുഷ്യ ബന്ധത്തിൻ്റെ സംയോജിത ഭാവമാണ് വിശുദ്ധ ബൈബിൾ. പേരാമ്പ്ര ഇടവയുടെ ജൂബിലിയോടനുബന്ധിച്ച് ഇടവകാംഗങ്ങളെല്ലാവരും ചേർന്ന് എഴുതി രൂപപ്പെടുത്തിയ ഒരു മനോഹരമായ ബൈബിൾ, സമ്പൂർണ്ണ ബൈബിളിനെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനമുണ്ട്. ദൈവം മനുഷ്യനോട് എപ്രകാരമായിരുന്നു എന്ന് കൃത്യനിഷ്ഠമായി അക്ഷരക്കൂട്ടുകൾക്കിടയിൽ അമർന്നു ചേർന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മുടെ ഇടവകാംഗങ്ങളെല്ലാം തങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ പിൻബലത്തോടുകൂടെ പേനകൾ കയ്യിലെടുത്ത് അക്ഷരങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ അത് അനുഭവമായി മാറി. അഭിമാനത്തോടെ എല്ലാ ഇടവകാംഗങ്ങളെയും അനുമോദിക്കുകയാണ്. അവർ പങ്കുവെക്കുകയുണ്ടായി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് തടസ്സങ്ങൾ മാറുന്ന അനുഭവങ്ങൾ, പ്രതിസന്ധികളും രോഗങ്ങളും ബന്ധനാവസ്ഥകളും ജീവിതത്തിൽ നിന്ന് അടർന്നു പോകുന്ന അനുഭവങ്ങൾ. ഇപ്രകാരം അവരുടെ ജീവിതം ഈ ഒരു ബൈബിൾ എഴുത്തിലൂടെ ധന്യമായി തീർന്നു എന്ന അഭിമാനത്തോടെ പറഞ്ഞ എൻ്റെ ഇടവക മക്കളെ ഓർത്ത് ഞാനും അഭിമാനിക്കുകയാണ്. അവരുടെ കരങ്ങളിലൂടെ രൂപപ്പെട്ട ഈ ബൈബിൾ ഈ ഇടവകയുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അതവരുടെ ജീവിതമാണ്. അവരെഴുതിയത് മുഴുവനും അവരുടെ ജീവിതം തന്നെയാണ്, അവരുടെ ജീവിത അനുഭവങ്ങളാണ്. കണ്ണീരുകൊണ്ട് ഇത് എഴുതി തീർത്തവനുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ദുഃഖതലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിയോഗങ്ങൾ സമർപ്പിച്ച് എഴുതിയവരുണ്ട്. അതെഴുതി തീർക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറിയ അനുഭവത്തെക്കുറിച്ച് ഇടവകാംഗങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇത് നമ്മുടെ അഭിമാനമാണ്. ഇതിൽ ചേർക്കപ്പെട്ടത് നിങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ്. നിങ്ങളുടെ അക്ഷരക്കൂട്ടുകൾക്കിടയിൽ നിങ്ങൾ തന്നെ അമർന്നു ചേർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വലതുഭാഗത്ത് അൾത്താരയിൽ അത് പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങളെയാണ് തമ്പുരാൻ സ്വീകരിക്കുന്നതെന്ന ബോധ്യവുമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ജൂബിലി വർഷത്തിലെ ഏറ്റവും മനോഹരമായൊരു സംരംഭമായി ഈ ഒരു ബൈബിൾ കൈയെഴുത്ത് പ്രതിയെ ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഇതിലൂടെ ഇനിയും കൂടുതൽ ഫലമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും അഭിനന്ദനങ്ങളും. സമ്പൂർണ്ണ ബൈബിളിൻ്റെ വലിയൊരു പതിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കൈയെഴുത്ത് പ്രതിയുടെ പ്രകാശനം ജൂബിലി തിരുനാൾ ദിവ്യബലി മധ്യേ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. കപ്പൂച്ചിൻ സഭയുടെ കണ്ണൂർ പാവനാത്മ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ തോമസ് കരിങ്ങടയിൽ, ഇടവകയിലെ മുൻ വികാരിമാർ, കൂരാച്ചുണ്ട് ഫൊറോനയിലെ വിവിധ ഇടവക വികാരിമാർ തുടങ്ങിയവരുടെ കയ്യൊപ്പ് പതിഞ്ഞ ഈ ബൈബിൾ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പേരാമ്പ്ര പട്ടണത്തിൻ്റെ തിലകക്കുറിയായ ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിനും പ്രത്യേകതകൾ ഏറെയുണ്ട്. 3 വിശുദ്ധാത്മാക്കളുടെ സ്മരണ ഉണർത്തുന്ന ഈ കവാടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഞാൻ ജോൺസൺ പുകുത്തുങ്കൽ, പേരാമ്പ്ര സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ഇടവകയിലെ ഒരംഗമാണ്. ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1986 ഫെബ്രുവരി മാസം 8-ാം തീയതി വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ, അന്നത്തെ മാർപ്പാപ്പയായിരുന്ന അദ്ദേഹം, കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനത്തിനും കേരള സഭയുടെ ഉത്ഥാനത്തിനും പ്രധാന കാരണമായി തീർന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചനെയും സഹനം കൊണ്ട് ഒരു ക്രിസ്തുഗാഥ രചിച്ച വിശുദ്ധ അൽഫോൻസാമയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കാനായി നാം ഒരുക്കിയ
ദാരുനിർമ്മിത ഒരു കൂടാരത്തിൻ്റെ താത്കാലിക ദേവാലയത്തിൻ്റെ പ്രധാന വാതിലാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രധാന വാതിലായി നാം ഉപയോഗിക്കുന്നത്. അന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരിച്ചു പോയപ്പോൾ ഈ ദാരുനിർമ്മിത ദേവാലയം, താത്കാലിക ദേവാലയം പൊളിച്ചു മാറ്റുകയും അത് ലേലം വിളിച്ച് കപ്പുച്ചിൻ സന്യാസ സഭയുടെ അധികാരികൾ ഈ ദേവാലയത്തിനായി ദാനമായി നൽകുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 3 വിശുദ്ധാത്മാക്കളെ സ്മരിക്കാതെ നമുക്ക് ഈ ദേവാലയത്തിലേക്ക് പോകുക വയ്യ. അവരുടെ മാധ്യസ്ഥം തേടാനും അനുഗ്രഹം പ്രാപിക്കാനും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ വാതിൽ ഏറെ ഉപയുക്തമാകുന്നു എന്നത് അത്യന്തം അഭിമാനകരവും ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ തക്കതുമായ ഒരു വസ്തുതയാണ്. ഏറെ സന്തോഷത്തോടെ ഈ വാതിൽ കാണാനും ഇതിലൂടെ കടന്ന് ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനും ഈ 3 വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം തേടാനും അനുഗ്രഹം സമ്പാദിക്കാനുമായി ഏവരെയും ആത്മാർത്ഥമായി ഈ ഇടവകയിലേക്ക്, പേരാമ്പ്ര സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസി ഇടവകയിലേക്ക് ക്ഷണിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ 8 മുതൽ നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം അനുസ്മരിക്കുന്ന 2024 ഫെബ്രുവരി 2-ാം തീയതി വരെ ഫ്രാൻസിസ് പാപ്പ അനുവദിച്ചു നൽകിയ പ്രത്യേക ദണ്ഡവിമോചനത്തിന് പേരാമ്പ്ര ദേവാലയവും ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സന്യാസ സഭയുടെ നിയമാവലി മാർപ്പാപ്പ അംഗീകരിച്ചതിൻ്റെ 800-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനുള്ള നിബന്ധനകൾ പേരാമ്പ്ര ദേവാലയത്തിലെ പുൽക്കൂടിന് സമീപം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദണ്ഡവിമോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രാൻസിസ്കൻ ദേവാലയത്തിലെ പുൽക്കൂടിനു മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഫെബ്രുവരി 2-ാം തീയതി വരെ ഈ ദേവാലയത്തിലെ പുൽക്കൂട് നിലനിർത്താനാണ് ഇടവകയുടെ തീരുമാനം.